സ്നേഹമുള്ളവരെ, ഏവർക്കും കോഞ്ചറമുത്തിയുടെ തിരുനാമ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. പോംപെ മാതാവ് ജപമാല രാജ്ഞിയാണ്. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് മാതാവിന്റെ ലുത്തിനിയ പ്രാർത്ഥനകൾ, യഹൂദരുടെ ഹല്ലേൽ പ്രാർത്ഥനകൾ, 136 സങ്കീർത്തനം പോലെയുള്ള ഹല്ലേൽ പ്രാർത്ഥനകളുടെ തുടർച്ചയായി ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ്. പ്രദക്ഷിണങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നത് 15-ാം നൂറ്റാണ്ടിലാണ് മാതാവിന്റെ ലുത്തിനിയ തുടങ്ങുന്നത്. ഇതിന് 6 ഭാഗങ്ങളാണുള്ളത്. മാതാവിന്റെ വിശുദ്ധി, അനന്യമായ മാതൃസ്ഥാനം, മാതാവിന്റെ കന്യാത്വം, മാതൃപ്രതിരൂപങ്ങൾ, മാതാവിന്റെ സഹായഭാവം, മാതാവിന്റെ രാജ്ഞി പദങ്ങൾ എന്നിവയെ പ്രകീർത്തിക്കുന്നതാണിത്. ഈ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാതാവിനെ ധ്യാനിച്ച് മാതൃ ജീവിതം നമ്മുടെ ജീവിതത്തിനും മാതാവിനെ പോലെ ദൈവത്തിലേക്ക് വളരാനുള്ള മാർഗങ്ങളാക്കിയിട്ട് ഈ തിരുനാൾ നമുക്ക് മാറ്റാം. അതിനുള്ള കൃപ നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തന്റെ മക്കളെ പല കൂട്ടത്തിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ അനുഭവം കുറെ കാലം മുമ്പുള്ളതാണ്. മറ്റകം പഠിപ്പിച്ചില്ല. മാതാവേ, എന്റെ അമ്മയെ എന്നെ രക്ഷിക്കണേ, എന്റെ കോഞ്ചരമുത്തി എന്നും പറഞ്ഞ് ഞാൻ ഉറക്കെ വിളിക്കുന്നുണ്ട്. എന്റെ കോഞ്ചരമുത്തി, എന്തെല്ലാം മരങ്ങൾ തരുന്ന അമ്മയാണ്, അമ്മയെ രക്ഷിക്കണേ, ഈ മരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ചപ്പോ ഈ നിലവിളി അക്കരെ നിൽക്കുന്ന വഞ്ചിക്കാരൻ കേട്ടു. കറുപ്പ് വഞ്ചിക്കാരൻ ചെയ്തു. ആ മനുഷ്യൻ പറഞ്ഞു, ഉറക്കെ വിളിച്ച് പറഞ്ഞു, പേടിക്കണ്ട പേടിക്കണ്ട, ഞാനിതാ എത്തി ഉറക്കെ വിളിച്ച് പറഞ്ഞു. മറക്കാതെ എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മാതാവിന്റെ അത്ഭുത ശക്തി, കോഞ്ചരമുത്തിയുടെ അത്ഭുത ശക്തി ഞാൻ ഈ സംഭവത്തിൽ കാണുന്നു.